കരിമണി ലാസ്റ്റ് പാർട്ട്. ബസ് സ്റ്റാൻഡിലും പിന്നെ അടുത്തുള്ള പരിസരങ്ങളിലുമൊക്കെ നോക്കിയിട്ടുണ്ട് ഡോക്ടർ. അവിടെ ഒന്നുമില്ല. അപ്പോഴവിടേക്ക് കയറി വന്ന രണ്ട് അധികായന്മാർ പറഞ്ഞു, പ്രഭയെ അന്വേഷിക്കാൻ ഡോക്ടർ അലക്സ് പറഞ്ഞു വിട്ടതായിരുന്നവരെ. റെയിൽവേ സ്റ്റേഷനിലോ? അവിടെ നോക്കിയോ? പെട്ടെന്നുള്ള ശ്രീനാഥിൻ്റെ ചോദ്യം കേട്ട് എല്ലാവരും പകച്ചു നോക്കി. അവിടെ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഡോക്ടർ. ശ്രീനാഥ് പറഞ്ഞത് സത്യമാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള വല്ലാത്തൊരവസ്ഥയിലാണ് എൻ്റെ മോൾ. ഭേദമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഋഷിയുടെ മരണം നടന്ന ദിവസങ്ങളിലേക്ക് നടന്നടക്കുകയായിരുന്നു അവളുടെ മനസ്സ്. ചിലപ്പോൾ പഴയ പ്രഭയെ തേടി അവളുടെ വ്യക്തിത്വം തന്നെ നഷ്ടമാകാൻ സാഹചര്യം ഒരുക്കിയ അങ്ങനെ ഒരിടത്തേക്ക് അവൾ പോയിരിക്കാം. പറയും തോറും ജഗന്നാഥ മേനോൻ്റെ ഉള്ളിലുള്ള ആദി മുഖത്തും പ്രകടമായി. റിലാക്സ് മേനോൻ, നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. ശ്രീനാഥ് അങ്ങനെ ഒരു സാധ്യത പറഞ്ഞെന്നല്ലേ ഉള്ളൂ. എനിവേ, നമുക്കിത് അന്വേഷിക്കാം. പിന്നീടൊരു നിമിഷം പോലും വൈകാതെ പ്രഭയെ അന്വേഷിക്കാൻ അവർ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം എത്തിയത് ശ്രീനാഥ് നന്ദിതയുമായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും പ്ലാറ്റ്ഫോമിൽ നിന്നുമൊന്നും പ്രഭയുടെ ഒരു വിവരവും അവർക്ക് കണ്ടെത്താനായില്ല. നിരാശയോടെ തിരിച്ചു പോകാൻ ഒരുങ്ങവെയാണ് നന്ദിത ആ ദൃശ്യം കണ്ടത്. ശ്രീയേട്ട, അവിടേക്ക് നോക്ക്. ഭീതി കൊണ്ട് വിറയ്ക്കുന്ന നന്ദിതയുടെ കൈവിരലുകൾ ചൂണ്ടിയ ഭാഗത്തേക്ക് ശ്രീനാഥ് നോക്കി. ചൂളം വിളിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന ട്രെയിനിന് മുന്നിലൊരു രൂപം. റെയിൽവേ പ്ലാറ്റ്ഫോമിലും കുറച്ച് അകലെയുമായിരുന്നു അത്. അഴിഞ്ഞൊലിഞ്ഞ മുടി കാരണം അതൊരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. പ്രഭയാണിത് ശ്രീയേട്ട. വെപ്രാളത്തോടെ നന്ദിത ശ്രീനാഥിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. അനക്കമറ്റ പ്രതിമയെപ്പോലെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ശ്രീനാഥ്. ട്രെയിൻ അവളെ മറികടക്കാൻ എന്ന രൂപേണ മരണത്തിൻ്റെ വെളിച്ചം വിതച്ചുകൊണ്ടേയിരുന്നു. നന്ദിതയുടെ മനസ്സിൽ പല ചിന്തകളും പാഞ്ഞുപോയി. അച്ഛയുടെ അമ്മയുടെ ആക്സിഡൻറ്റ്, രക്തത്തിൽ പൂണ്ടുകിടുന്ന അവരുടെ ശരീരം, വെള്ള മേൽക്കോടിയും മരണത്തിൻ്റെ മടുപ്പിക്കുന്ന ഗന്ധം പരത്തുന്ന കറുത്ത തിരികളും എല്ലാം ആവർത്തിക്കുകയാണ്. അതുപോലൊന്ന് തൻ്റെ കൺമുമ്പിൽ വെച്ച് നടക്കാൻ പോവാണ്. പൊന്തി വന്ന നിലവിളി നന്ദിതയുടെ തൊണ്ടയിൽ കുരുങ്ങി. ഭയം പുരണ്ട നിമിഷങ്ങൾ ഓരോന്നായി കടന്നു പോകവേ ശ്രീനാഥ് കണ്ടു ആരും പ്രഭയെ വലിച്ചെടുത്ത് അപ്പുറത്തെ ട്രാക്കിലേക്ക് ഇടുന്നത്. കൂടി അയാളും വീണോ? അതോ ട്രെയിൻ അടിയിൽപ്പെട്ടോ? കണ്ണഞ്ചിപ്പിക്കുന്ന തീവണ്ടിയുടെ പ്രകാശം കാഴ്ച വ്യക്തമാക്കുന്നില്ല. ട്രെയിൻ പ്ലാറ്റ്ഫോമിനടുത്തോട്ടിരിക്കുകയാണ്. താൻ എന്തായിരുന്നു കണ്ടത്? ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെയൊന്നും നടന്നിരുന്നോ? നന്ദു, നീ കണ്ടോ അത്? പ്രഭയെ ആരോ? ശ്രീനാഥ് മുഴുപ്പിക്കാതെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നന്ദിത ഉണ്ടായിരുന്നില്ല. നന്ദിത എവിടെ പോയി? ശ്രീനാഥ് പേടിയോടെ ചുറ്റും നോക്കി. കണ്ണുകൾ കൊണ്ട് ചുറ്റും തിരിഞ്ഞിട്ട് അവളെ കണ്ടെത്താനായില്ല. നന്ദു, ഉറക്കെ വിളിച്ചുകൊണ്ട് ശ്രീനാഥ് പ്ലാറ്റ്ഫോമിൽ കൂടി ഓടി നടന്നു. പെട്ടെന്നൊരു ഓർമ്മ അവനെ തട്ടി. പ്രഭയെ രക്ഷിച്ചത് അത് നന്ദു ആയിരുന്നോ? എൻ്റെ കരിമണിയായിരുന്നു അത്. തേങ്ങലോടി അവൻ ആ കാഴ്ച കണ്ട ഭാഗത്തേക്ക് ഓടി. ട്രാക്കിൻ്റെ ഒരറ്റം ചാരി തുറിച്ചു നോക്കുന്ന മിഴികളോടെ പ്രഭ അവശതയോടെ ഇരിക്കുന്നു. ശ്രീനാഥിൻ്റെ ഉള്ളം വെന്തു. നന്ദിത അവിടെ ഒന്നുമില്ല. പ്രഭയുടെ നേർക്കിരുന്നു കൊണ്ട് ശ്രീനാഥ് അവളുടെ ചുമലി പിടിച്ചൊലിച്ചു. എൻ്റെ നന്ദൂട്ടി എവിടെ പ്രഭ? പറയും, അവൾ എവിടെ? കരച്ചിലും ഭീതിയും അയാളുടെ സ്വരത്തിനെ തന്നെ പരുഷമാക്കി മാറ്റിയിരുന്നു. മറുപടി പറയാതെ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രഭ. ഒരു ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അവൾ. അവളെ വീണ്ടും സമീപിച്ചുകൊണ്ട് ശ്രീനാഥ് കോപത്തോടെ തൻ്റെ ചോദ്യം ആവർത്തിച്ചു. പറയാൻ അവൾ എവിടെ? നന്ദിത എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. പെട്ടെന്നവളുടെ മുഖം മാറി. അവർ വന്നു ഋഷി. എന്തിനെന്നെ രക്ഷിച്ചേ? അതുകൊണ്ടല്ലേ നിന്നെ അവർ. എന്നെ വിട്ടിട്ട് പോകില്ല ഋഷി, ഞാൻ തനിച്ചായി പോകും. നമ്മുടെ കുഞ്ഞിന് ആരും ഇല്ലാതായി പോകും. വല്ലാത്തൊരു പരിഭ്രാന്തിയോടെ പ്രഭ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഋഷിക്കറിയോ, ഇന്നലെയാണ് ഞാൻ അറിഞ്ഞ് എൻ്റെ അല്ലാതെ മറ്റൊരു ഹൃദയവും എൻ്റെ ഉള്ളിൽ മിടിക്കുന്നുണ്ടെന്ന്. എവിടെയാണെന്നല്ലേ? ദേ ഇവിടെ. തൻ്റെ ഉദരത്തിൽ തൊട്ട് കാണിച്ചവൾ. ഋഷിയെപ്പോലുള്ള ഒരു കുസൃതി കൊടുക്കേ മതി എനിക്ക്. ആരോടുന്നല്ലാതെ പ്രഭ പറഞ്ഞുകൊണ്ടേയിരുന്നു. ദേഷ്യവും വിഷമവും കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ശ്രീനാഥ്. അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത്. കുറച്ച് ദൂരെയായി ഇരുട്ടിൽ വീണ് കിടക്കുന്ന
എന്തിനെയോ നോക്കിയാണ് പ്രഭ പുലമ്പുന്നത്. ഭ്രാന്തമായൊരാവേശത്തോടെ ശ്രീനാഥ് അവിടേക്ക് പിടഞ്ഞെണീറ്റ് ഓടി. വീണ് കിടക്കുന്ന രൂപത്തെ കണ്ട് അലറി വിളിച്ചു. തൻ്റെ കരിമണി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു, വാടി വീണ തണ്ടുപോലെ. നന്ദു, എണീക്കട. അവളുടെ തല തൻ്റെ മടിയിൽ കയറ്റിവെച്ച് ശ്രീനാഥ് പൊട്ടിക്കരഞ്ഞു. എണീക്ക്, വിട്ടിട്ട് പോകല്ലേ മോളെ, നീയല്ലാതെ ഈ സ്ത്രീ ഇല്ല നന്ദു. ബോധമില്ലാതെ കിടക്കുന്ന നന്ദിതയുടെ ദേഹം തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ശ്രീനാഥ് റെയിൽവേ ട്രാക്കിലൂടെ അതിവേഗം പാഞ്ഞുകൊണ്ടേയിരുന്നു. ശ്രീകുട്ട, ദാ ഇതോടി കയ്യിൽ വെച്ചോളൂ. ഇതെൻ്റെ കുട്ടിയുടെ നെറ്റി ചാർത്തണം. അമ്പലത്തിലെ പ്രസാദമാ. ചന്ദനം ചാലിച്ച വാഴയില കീറ് ശ്രീനാഥിൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ സുഭദ്രാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു മനുഷ്യായുസ് മുഴുവൻ പ്രായശ്ചിത്തം ചെയ്താലും കറ തീരാത്ത തെറ്റാണ് നന്ദിതയോട് കാണിച്ചതെന്ന് സുഭദ്രാമ്മയ്ക്കിപ്പം നല്ല നിശ്ചയമുണ്ട്. ഇന്നും രാവിലെ അമ്പലത്തിൽ അവളുടെ പേര് നടത്തുന്ന പൂജയും വഴിപാടുകളും അതിൻ്റെ തെളിവാണ്. അമ്മയ്ക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ശ്രീനാഥ് കാറിനരികിലേക്ക് പോയി. മോനെ, പിറകിൽ നിന്നുള്ള വിളി കേട്ടപ്പോൾ ശ്രീനാഥ് തിരിഞ്ഞു നോക്കി. രാഘവൻ നായരാണ്. അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞാലുടനെ നിങ്ങൾ അറിയാച്ച, അവിടെയും പോയിട്ടേ ഞങ്ങൾ വരൂ. അദ്ദേഹത്തിൻ്റെ കാൽത്തൊട്ട് തൊഴുത്ത് ശ്രീനാഥ് യാത്ര പറഞ്ഞിറങ്ങി. 3 വർഷം 3 യുഗങ്ങൾ പോലെയായിരുന്നു. ജീവൻ തിരികെ കിട്ടുമെന്ന ഒരു കണിക പോലും ഉറപ്പുണ്ടായിരുന്നില്ല ഡോക്ടർക്ക്. തലക്കേറ്റ ക്ഷതം അവളുടെ നാഡീഞരമ്പുകളെ പൂർണ്ണമായും തളർത്തി. കോമ സ്റ്റേജിൽ നിന്നും ഒരു രക്ഷപ്പെടൽ പരിശോധിച്ച ഡോക്ടേഴ്സ് എഴുതി തള്ളി. പക്ഷെ തനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അവളുടെ മിഴികൾ വീണ്ടും തൻ്റെ മുഖം കാണുവാനായി വിടരുമെന്ന്, തൻ്റെ ശബ്ദം അവൾ കേൾക്കുമെന്ന്. മനസ്സിൻ്റെ മധുരം ചാലിച്ചു തന്നെ ശ്രീയേട്ടാന്ന് വിളിക്കാൻ അവളുടെ ചുണ്ടുകൾ ചലിക്കുമിട്ട്. പെട്ടെന്നല്ലെങ്കിലും പതിയെ പതിയെ അവളുടെ ശരീരം മരുന്നുകളോടും ജീവസഹായികളായ യന്ത്രങ്ങളോടും പോസിറ്റീവായി പ്രതികരിച്ചു തുടങ്ങി. പക്ഷെ നാളുകളായി കേൾക്കാൻ കൊതിച്ചൊരു അവളുടെ ശബ്ദം മാത്രം പുറത്തേക്ക് വന്നില്ല. കിടക്കയിൽ നിന്ന് എണീറ്റപ്പോഴും നിലത്ത് കാലൂന്നി നടക്കാറായപ്പോഴും താനത് പ്രതീക്ഷിച്ചു. പക്ഷേ ഇനിയും അവളെ ആശുപത്രിയിലെ മനമടുപ്പിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടാനായി മനസ്സനുവദിക്കുന്നില്ല. ഡോക്ടറോട് താനാണ് ആ നിർദ്ദേശം വെച്ചത്, അവൾക്കിനി വീട് മതിയെന്ന്. ഓരോന്നാലോചിച്ച് ഹോസ്പിറ്റലിലെത്തിയത് ശ്രീനാഥ് അറിഞ്ഞില്ല. പായ്ക്ക് ചെയ്ത ബാഗുകളൊക്കെ ബെഡിലെടുത്ത് വെച്ചിരിക്കുന്നു. ജനലഴികളോട് ചേർന്ന് വിദൂരതയിലേക്ക് നോക്കി നന്ദിത നിൽപ്പുണ്ട്. ശ്രീനാഥ് പിറകിലൂടെ ചെന്ന് അവളുടെ അരക്കെട്ടിൽ തൻ്റെ കൈകൾ കോർത്ത് തോളിൽ മുഖം ചേർത്തു. കരിമണിയെ, നമുക്ക് തിരിച്ചു പോണ്ടേടോ. അച്ഛനും അമ്മയോടെ കാത്തിരിക്കോ തന്നെ. അവൾ തിരിഞ്ഞു നോക്കിയതേയില്ല. എന്തെങ്കിലും ഒന്ന് പറയ് കരിമണി, എൻ്റെ പേരെങ്കിലും ഒന്ന് വിളിക്ക്. ശ്രീയേട്ടാന്ന് നീ വിളിക്കുന്നത് കേൾക്കാൻ കൊതിക്കാത്ത ഒരു നിമിഷമില്ല എനിക്ക്, അറിയോ. നന്ദിതയുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ശ്രീനാഥിൻ്റെ കൈകളെ പുലുക്കി. അവളുടെ മുഖം തിരിച്ചു നെറുകയെ ചുംബിച്ചുകൊണ്ട് ശ്രീനാഥ് പറഞ്ഞു, പോകാം. നന്ദിതയും കുട്ടി ശ്രീനാഥ് തിരിച്ചത് മറ്റൊരിടത്തേക്കായിരുന്നു. ഇരുവശത്തും സൈപ്രസ് മരങ്ങൾ നിരയായി നിൽക്കുന്ന ഒരു വഴിയിലൂടെ കാറ് സഞ്ചരിച്ചുകൊണ്ട് ഒരു വലിയ ബംഗ്ലാവിൻ്റെ മുൻപിലെത്തി. ഡോർ തുറന്ന് പുറത്തിറങ്ങിയതും 2 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി ശ്രീനാഥിനരികിലേക്ക് ഓടി വന്നു. അവനെ വാരിയെടുത്ത് കവിളുകളിൽ മുത്തം കൊടുത്ത ശ്രീനാഥ് പോക്കറ്റിൽ നിന്നെടുത്ത ചോക്ലേറ്റിലേക്കാണ് അവൻ്റെ നോട്ടം. അതെടുത്ത് അവൻ്റെ കുഞ്ഞി കൈകളിലേക്ക് വെച്ചു കൊടുക്കവേ ജഗന്നാഥ മേനോനും ഭാര്യയും പുറത്തേക്ക് വന്നു. കാറിൻ്റെ ശബ്ദം കേട്ടാൽ മതി പുറത്തേക്ക് ഓടും, അച്ഛൻ വന്നു എന്ന് പറഞ്ഞ്. നിങ്ങൾ എന്താ താമസിച്ചേ? അവരെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ശ്രീദേവി ചോദിച്ചു. ഫോർമാലിറ്റീസൊക്കെ ഒന്ന് തീർത്ത് കിട്ടണ്ടേ? ഒന്നും മനസ്സിലാകാതെ നോക്കിയിരിക്കുന്ന നന്ദിതയ്ക്ക് ഒരു ചെറിയ മന്ദഹാസം നൽകിക്കൊണ്ട് ശ്രീനാഥ് പറഞ്ഞു, നന്ദു, നിനക്ക് മനസ്സിലായോ ഈ കുട്ടി ഏതാണെന്ന്? നിഷേധാർത്ഥത്തിൽ അവൾ തലയാട്ടി. പ്രഭയുടെ കുഞ്ഞാണേ, നമ്മുടെ പ്രഭയുടെ ഉണ്ണിക്കുട്ടൻ. നന്ദിതയുടെ മരവിച്ച മിഴികൾ തിളക്കമാർജിച്ചു. സ്നേഹവായ്പോടെ അവൾ ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. പ്രഭ എവിടെയെന്ന സംശയം അവൾക്ക് ഇപ്പോഴും ബാക്കിയായിരുന്നു. അത് മനസ്സിലാക്കിയെന്ന് വേണം ശ്രീനാഥ് തോന്നി. ട്രീറ്റ്മെൻറ്റിലാ, പക്ഷെ ഒരുപാട് മാറ്റമുണ്ട്. അന്നത്തെ ആ സംഭവം, നീ അവളെ രക്ഷപ്പെടുത്തിയത്
എല്ലാം ഋഷിയുടെ മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിരുന്നു അവളുടെ മനസ്സിന്. ആ ഒരു ഭീതിയിൽ അറിയാതെയെങ്കിലും മനസ്സിൽ ഭാരം മുഴുവൻ അവൾ എന്നോട് തുറന്നടിച്ചു. അതവളുടെ രോഗത്തെക്കുറിച്ചെങ്കിലും ലഘൂകരിച്ചിരുന്നു. പിന്നെ ഇവൻ്റെ ജനനം, അതും അവളെ ഒരു രോഗിയിൽ നിന്നും അമ്മയിലേക്ക് പരിവർത്തനം ചെയ്യിച്ചു. ഡോക്ടർ അലക്സിൻ്റെ ചികിത്സാ സംരക്ഷണത്തിലാണ്. എത്രയും വേഗം ഉണ്ണിക്കുട്ടൻ്റെ അമ്മയാക്കി മടക്കിത്തരാമെന്ന് ഡോക്ടർ ഉറപ്പ് തന്നിട്ടുണ്ട്. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല മോളെ. ഒരു പക്ഷേ നീയെന്ന് അങ്ങനെ ഒരു സാഹസം കാട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രഭമോളെയും ഞങ്ങളുടെയും ഉണ്ണിക്കുട്ടനെയും നഷ്ടമായേനെ. നന്ദിപൂർവ്വം മേനോൻ നന്ദിതയെ നോക്കി. ഉണ്ണിക്കുട്ടനെ നന്ദിക്ക് അടുത്തേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു ശ്രീനാഥ്. അപ്പോൾ ഇത് തൻ്റെ അവസാന പ്രതീക്ഷയാണ്. ഉണ്ണിക്കുട്ടനിലൂടെ നന്ദിത തിരിച്ചു നേടണം. അവനോട് ശ്രീനാഥ് പറഞ്ഞു. അച്ഛൻ പറഞ്ഞിരുന്നില്ലേ ഇനി വരുമ്പോൾ മോൻ്റെ അമ്മയെ കൂട്ടി വരുള്ളൂ എന്ന്? ഇതാരാന്ന് ഉണ്ണിക്കുട്ടനറിയോ? ആഹ്ലാദത്തോടെ കിളിങ്ങനെ ചിരിച്ചുകൊണ്ടവൻ നന്ദിതയുടെ മടിത്തട്ടിൽ സ്ഥാനം പിടിച്ചു. അമ്മേ! കുഞ്ഞി കൈകൾ കൊണ്ട് നന്ദിതയെ ചുറ്റി വരിഞ്ഞ് അവൻ അവളെ നോക്കി വിളിച്ചു. നിയന്ത്രിക്കാനായില്ല നന്ദിതയ്ക്ക്. അവനെ ഇറുക്കി പുണർന്നുകൊണ്ട് അവൾ മാറോടണച്ചു. കവളുകളിലും നെറ്റിമേലും തെരി തെരി ചുംബിച്ചു. ശബ്ദം മറന്നുപോയ അതരങ്ങൾ വീണ്ടും ചലിച്ചു. അമ്മ, അമ്മയാ മോനെ, എൻ്റെ പൊന്നുമോനാ നീ. ചുണ്ടുകൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു. വീണ്ടും സംസാരശേഷി കിട്ടിയെന്ന് പോലും മറന്ന് നന്ദിത ഉണ്ണിക്കുട്ടനെ തന്നെ കൊഞ്ചിച്ചുകൊണ്ടേയിരുന്നു. സന്തോഷം കൊണ്ട് ശ്രീനാഥിൻ്റെ കണ്ണുകളിൽ അശ്രു പൊടിഞ്ഞു. നന്ദിതയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന അയാൾ, എൻ്റെ നന്ദൂട്ടി, ഇനിയൊന്ന് വിളിക്കടാ ശ്രീയേട്ടാന്ന്. കരഞ്ഞുകൊണ്ടിരുന്ന ശ്രീനാഥിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൾ വിളിച്ചു. ഒന്നല്ല, ഒരു 100 ആവർത്തി. കാറിനകത്ത് ശ്രീനാഥിൻ്റെ തോളോട് ചേർന്ന് നന്ദിത ചാരിക്കിടന്നു. ഉണ്ണിക്കുട്ടനെ നമുക്ക് കൊണ്ടുപോയല്ലോ ശ്രീയേട്ടാ. അത് പാടില്ല നന്ദു. ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച ആ അച്ഛനും അമ്മയ്ക്കും ഇനിയുള്ള ഏക പ്രതീക്ഷയാണവൻ. അസുഖം ഭേദമായി വരുന്ന പ്രഭയ്ക്ക് അവരൊരുക്കി വച്ചിരിക്കുന്ന സമ്മാനമാണ് ഉണ്ണിക്കുട്ടൻ. ഏയ്, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ശ്രീയേട്ടാ. നന്ദിത വിഷമത്തോടെ മുഖം താഴ്ത്തി. അവളുടെ താടിയിൽ പിടിച്ചുയർത്തി കണ്ണുനീർ തൻ്റെ വിരലുകൾ കൊണ്ട് വകഞ്ഞു മാറ്റി ശ്രീനാഥ് മെല്ലെ പുഞ്ചിരിച്ചു. എനിക്കൊരു രാജകുമാരി മതി കേട്ടോ. എൻ്റെ കരിമണിയെപ്പോലെ കരിമഷി കറുപ്പുള്ള ഒരു കിലുക്കാമ്പെട്ടി. നാണം വിരിഞ്ഞ നിണക്കിഴികളോടെ നന്ദിത മുഖം പൊത്തി. അവളുടെ കൈപ്പത്തികൾ മെല്ലെ അടർത്തി മാറ്റിക്കൊണ്ട് ശ്രീനാഥ് ആ കൈകൾ അമർത്തി ചുംബിച്ചു. മഞ്ഞൾ പുരണ്ട എൻ്റെ താലിച്ചരടും തങ്കത്തിൽ തീർത്ത കുങ്കുമച്ചെപ്പും ഇപ്പോഴും തറവാടിൻ്റെ തെക്കേ മുറിയിൽ അക്ഷമയോടെ വിശ്രമിക്കുകയാണ്, നിന്നെയും കാത്ത്. നിറഞ്ഞ ചിരിയോടെ അയാളുടെ മാറിൽ നന്ദിത മുഖം പൂഴ്ത്തുമ്പോൾ ശ്രീനാഥ് അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടുന്നുണ്ടായിരുന്നു. ശുഭം. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര.